ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുക്കുന്ന സമയത്ത് വളരെ സ്പെഷ്യലായിട്ട് ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു ഡിഷാണ്. ശരിക്കും ഇത് നമുക്ക് രാവിലെ ആണെങ്കിലും അല്ലെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുമാണ്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ്. ഇതിൻ്റെ കൂടെ നല്ല സ്പൈസി ആയിട്ടുള്ള കറിയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ബൗളിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അരിപ്പ വെച്ച് ഇതിലോട്ട് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. 240 ml കപ്പിന് 2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, നമ്മുടെ അപ്പക്കാരം സോഡാപ്പൊടി എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, അതൊരു 1/4 ടീസ്പൂൺ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും രണ്ടും ഒഴിവാക്കിയിട്ട് ഈസ്റ്റ് വെച്ചിട്ടും ചെയ്യാം. പക്ഷേ ഒന്നുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നതിനാണ്. കാരണം ഈസ്റ്റിനാകുമ്പോൾ ആ ഈസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് ചെറുതായിട്ടുണ്ടാകും. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റിയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇതിലോട്ടേക്ക് തൈരാണ്. തൈരിൻ്റെ അളവ് അധികം പുളിയില്ലാത്ത തൈര് ഒരു 5 ടേബിൾ സ്പൂൺ, 5 ടേബിൾ സ്പൂൺ തുടങ്ങി 6 ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാം. തൈര് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ നേരത്തെ തന്നെ എടുത്ത് പുറത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ആദ്യം നന്നായിട്ട് തൈര് വെച്ച് കുഴച്ചെടുത്തതിന് ശേഷം നിങ്ങൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന ഒരു പാകമുണ്ടല്ലോ, പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ നമ്മൾ കുഴച്ചെടുക്കാം. അപ്പോൾ നോക്കി മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുത്ത് ഒന്ന് പാകമായി കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഒരു 1-2 മിനിറ്റ് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ സാധനം ചപ്പാത്തിക്കൊക്കെ ഒന്നുകൂടി സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് കുഴച്ചെടുക്കുമല്ലോ, അതുപോലെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് നല്ലതുപോലെ കുഴച്ച് നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇങ്ങനെ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ ഒന്ന് തടവി കൊടുക്കണം. എന്നിട്ട് നമ്മുടെ മാവ് ഇതിനകത്തോട്ടേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തും ഇതുപോലെ കുറച്ച് എണ്ണ തടവി കൊടുക്കുക കേട്ടോ. അതായത് നമ്മുടെ മാവ് ഒന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് എണ്ണയൊക്കെ തടവിയതിന് ശേഷം നമ്മളിതൊരു നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ വെക്കുമ്പോഴത്തേക്ക് തന്നെ ഈ മാവ് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് നല്ലതുപോലെ റെഡിയാകും. നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ 3-3.5 മണിക്കൂർ വെക്കേണ്ടി വരും കേട്ടോ. അതല്ലെങ്കിൽ ഓവൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ട് വെക്കുകയാണെങ്കിലും പെട്ടെന്ന് നമുക്കിത് തയ്യാറായി കിട്ടും. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തോട്ടേക്ക് ചെറിയൊരു ഫില്ലിങ്സ്, വലിയ പണിയൊന്നുമില്ല, കുറച്ച് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തോട്ടേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറുത്ത എള്ള്. അത് കറുത്ത എള്ളോ കരിഞ്ചീരകോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒന്ന് കഴുകിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ പിരിയൻ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഒരു 2 നുള്ള് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ, പിന്നെ ചാട്ട് മസാല പൗഡറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഇതിനകത്ത് ചേർത്ത് നമ്മുടെ മുളക് പൊടിയുടെയും അതുപോലെ തന്നെ ഗരം മസാല പൗഡറിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ അളവ് തന്നെ വേണമെന്നൊന്നുമില്ല. നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1.5 മണിക്കൂറേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഇവിടെ നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ മാവ് പെട്ടെന്ന് തന്നെ നല്ലതുപോലെ പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ മാവ് ഞാനിങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നല്ലതുപോലെ ഫെർമെൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഇതിൻ്റെ ആ ഒരു കണ്ടോ, ഈ മാവിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വരുന്ന ആ ഒരു രീതിയിൽ ഇത് നല്ലതുപോലെ ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊന്നും താല്പര്യമില്ല എന്നാണെങ്കിൽ 1 ടീസ്പൂൺ ഈസ്റ്റ് വെച്ചിട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ ഈ റെസിപ്പി. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ മുറിച്ചെടുക്കാം. ചെറുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വലിയ സൈസിൽ വേണമെങ്കിൽ അങ്ങനെ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 5 എണ്ണമായിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ റോൾ ചെയ്തിട്ട് ഒന്ന് ബോൾ പോലെ തയ്യാറാക്കി എടുക്കുക കേട്ടോ. അതായത് ഒത്തിരി സമയം നമ്മൾ ഇതിനെ വീണ്ടും കൈ വെച്ചിട്ട്, അതായത് മാവ് പൊങ്ങിയതിന് ശേഷം പിന്നെ ഒത്തിരി സമയം നമ്മൾ വീണ്ടും കുഴച്ചെടുക്കരുത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഓരോന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം നനഞ്ഞ തുണി വെച്ചിട്ട് അത് കവർ ചെയ്യുക. അതല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോവുകയും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ട് ഇതിനെ വീണ്ടും കുഴച്ചാലും അതല്ലെങ്കിൽ നമ്മൾ നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇത് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് റോൾ ചെയ്തിട്ട് ഇതുപോലെ നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഇതുപോലെ തുണി വെച്ച് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ടൈം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്.
അപ്പോൾ ഇനി ഓരോന്നായിട്ട് എടുത്തിട്ട് കുറച്ച് ഗോതമ്പ് പൊടി വിതറി കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ. അപ്പോൾ ബട്ടർ നാനും സാധാരണ കുൽച്ച തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ഓവൽ ഷേപ്പിലൊക്കെയാണ് സാധാരണ ചെയ്തെടുക്കാറ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഗോതമ്പ് പൊടി വെച്ച് ഞാനിപ്പോൾ ചെറുതായിട്ട് ചെറിയൊരു ഓവൽ ഷേപ്പ് പോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് പരത്തിയെടുക്കുക. ഏകദേശം ഈ ഒരു തിക്നെസ് വേണം. ഒത്തിരി നൈസായിട്ട് നമ്മൾ പരത്തിയെടുക്കരുത്, ഒത്തിരി കട്ടിയായിട്ടും വേണ്ട. ഏകദേശം ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ്സ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ഫില്ലിങ്സ് ചേർക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ മുളക് പൊടിയുടെയൊക്കെ അളവ് കുറച്ചിട്ട് ചെയ്യുക കേട്ടോ. ഒന്നുകിൽ നിങ്ങൾക്ക് ചപ്പാത്തിക്കോലിൽ ജസ്റ്റ് കുറച്ച് എണ്ണ തടവിയിട്ട് അങ്ങനെ തന്നെ പരത്തിയെടുക്കാം. അതല്ലെങ്കിൽ കുറച്ചുകൂടി നല്ലത് ഇതുപോലെ ഒന്നുകിൽ ബട്ടർ പേപ്പറോ അലുമിനിയം ഫോയിലോ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണെങ്കിൽ ആ ഫില്ലിങ്സ് ഒക്കെ നല്ല രീതിയിൽ അവിടെ നമുക്ക് ശരിയായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ അവിടെ നല്ല രീതിയിൽ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ നാനൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ഒരു രീതി തന്നെ. ഓരോന്നും തയ്യാറാക്കി അപ്പോൾ ചുട്ടെടുക്കുന്നതും അതുപോലെ ചൂടോട് കൂടി കഴിക്കുന്നതുമാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ നാനൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് തവയിലോട്ടേക്ക് വെച്ച് പിന്നെ തീയിലോട്ട് കാണിച്ച് തയ്യാറാക്കി എടുക്കുകയാണല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് നമ്മളിതുപോലെ തവയിലോട്ട് വെച്ച് സാധാരണ നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുമ്പോൾ അടച്ചു വെക്കില്ലേ, അതുപോലെ അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുക. 1-2 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചെറുതായിട്ട് ബബിൾസ് പോലെ പൊങ്ങി വരാൻ തുടങ്ങുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്ലെയിം കൂട്ടി വെക്കുക. എന്നിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. നമ്മൾ ചപ്പാത്തി കഴിക്കുന്ന ടേസ്റ്റേ അല്ല, ശരിക്കും ഭയങ്കര ടേസ്റ്റിയാണ്. ഏറ്റവും ലാസ്റ്റായിട്ട് നല്ല രുചി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഇതുപോലെ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവില്ലേ, അങ്ങനെയാണെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യോ ബട്ടറോ ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് ഫൈനലായിട്ട് ചെയ്തെടുക്കുമ്പോഴാണ് ഇതിന് ശരിക്കും ഒരു കുൽച്ചയുടെ ശരിക്കും ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല സോഫ്റ്റാണ്. പിന്നെ ഇത് ശരിക്കും നമുക്ക് കഴിക്കാൻ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവരാണെങ്കിൽ ഏറ്റവും നല്ലത് പനീർ ഉണ്ടല്ലോ, പനീറിൻ്റെ സ്പൈസി ആയിട്ടുള്ള പനീർ മസാല ഇതിന് നല്ല കോമ്പിനേഷനാണ്. എപ്പോഴും നല്ല സ്പൈസി ആയിട്ടുള്ള കറിയാണ് ഇതിന് ശരിക്കും അനിയൻ കുൽച്ചക്ക് നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചിക്കൻ കറിയോ പൊട്ടറ്റോ കറിയോ അല്ലെങ്കിൽ പനീർ മസാല ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. സാധാരണ മൈദ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്, നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും വളരെ ടേസ്റ്റി ആയിട്ട് ശരിക്കും മൈദ വെച്ച് ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേക്കിംഗ് പൗഡർ ഇതൊക്കെ ഒഴിവാക്കണം എന്നുള്ളവർക്ക് ഈസ്റ്റ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ കടായി ചിക്കൻ കറി, നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കടായി ചിക്കൻ കറിയാണ്. അപ്പോൾ ഇത് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ എന്നൊക്കെ പറയാം. എല്ലാവരും തീർച്ചയായിട്ടും ഒരു വട്ടങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.